ഹലോ മാസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഉമ്മ എന്ത് ചെയ്യുന്നു നോക്കാം കേട്ടോ. എന്താ ഉണ്ടാക്കുന്നത് ഗൈസ്? ഇന്നത്തെ സ്പെഷ്യൽ പാലടയാണ്. അപ്പോൾ ഞാൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫോൺ കാണാനും കൂടി ഇപ്പോൾ ഗൈസിൻ്റെ ഇടയിലേക്ക് ഈ ഒരു സാധനം കിട്ടി. അപ്പോൾ ഗൈസ് ഇതാ സാധനം വിചാരിച്ചു നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ ജേർണലിൽ വെക്കാനായിട്ട് എടുക്കാമെന്ന്. സുഖം ഇത് വെച്ചിട്ട് എന്തെങ്കിലും ജേർണൽ ഞാൻ വിചാരിച്ചു. എനിക്കൊരു ഏപ്രിൽ തീം എന്തായാലും ചെയ്യണം. കുഴപ്പം ഇത് അടഞ്ഞിരിക്കില്ല കേസ്, അടയാൻ പാടാ. നമുക്കിൻ്റെ സൈസൊക്കെ ശരി ഇതാക്കിയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. നടക്കുകയില്ല എന്ന് അറിയില്ല കേസ്. മിക്സി ഓണാണിട്ടതാ എന്താ സ്റ്റഡി അത്യാവശ്യം കുളമായിട്ടൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് വൃത്തിയാക്കിയുള്ളൂ. എന്നാലും ഒക്ടോബറിൽ നിന്ന് നവംബർ ആക്കണോന്. എന്നാൽ പിന്നെ നേരെ വെറുതെ ഇരിക്കുകയല്ലേ, നമുക്കങ്ങോട്ട് ക്ലീൻ ചെയ്യാം. അയ്യോ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെത്തുമ്പോൾ താങ്ങി കൊടുക്കേ. ടോർച്ച് നമുക്ക് ആദ്യം കൊടുത്തു സ്റ്റിക്കർ ഇഷ്ടത്തോടെ കിണ്ടർ ജോയ് അണിച്ചിരുന്നത് ഗൈസ്. ഞാനുണ്ടല്ലോ ഒരു കിണ്ടർ ജോയ് അണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഈ മദ്രസ ബുക്സ് ഞാൻ മാറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ ഇന്ത്യൻ്റെ ആളുടെ ബുക്ക് പഠിക്കാൻ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഗൈസ് വേറെ ഗൈസ് അപ്പം എൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ്. ഇപ്പോൾ രാവിലെ ഇത്രയും നേരമായിട്ട് ഭക്ഷണം ആയിട്ടില്ല, ഭക്ഷണം ശരിയാണല്ലോ. അപ്പോൾ ഞാൻ ഇത് കാണാൻ പറ്റുമല്ലോ എനിക്കറിയില്ല. മേളിൽ ഇതേക്കാളും നിൽക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ് ഇതെന്ന് പറയുന്നത്. ഹിമാലയയുടെ ലിച്ചി പ്ലസ് ഷൈൻ ലിപ് കെയർ ആണ്. ഇത് നല്ല ബ്രാൻഡാണ് ഹിമാലയ എന്ന് പറയുന്നത്. എനിക്ക് നല്ലതായിട്ട് തോന്നിയുള്ളൂ, ഞാൻ എപ്പോഴും ഇടും. നമ്മൾ ശരിക്കും ഇത് ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ എന്താ ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പോക്കറ്റിൽ ഹോളുണ്ട്, താഴത്തേക്ക് വീണോ. 2 പോക്കറ്റിൽ ഹോളാണ്. നമുക്കിതവിടെ വെക്കാം തൽക്കാലം. Please, I am saying you that this one is the worth one. I am wearing this one every time I am wearing this one only. അപ്പോൾ എനിക്ക് നല്ല സാധനം. അത്രയ്ക്ക് നമ്മുടെ ലിപ്സ് നല്ലോണം ചുമന്നതായിട്ട് തോന്നില്ല, എന്നാൽ ചുമക്കുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരമായിട്ട് എനിക്ക് ബോറടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ബെഡ്റൂമൊക്കെ കിടക്കാം, ലൈറ്റ് ഓൺ ചെയ്യും.
ഇത് രണ്ട് കൈയില്ലാതെ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ക്യാമറ എങ്ങനെയോ നമുക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോന്ന്. ഞാൻ ഇതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ടാണ് ഒരു റീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഒരു പെന്നാണ് ഞാൻ ഉപയോഗിക്കുക. നല്ല തിളങ്ങിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഇത് വേറൊരു സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ് ഒരു ഗസ്റ്റ് വന്നേക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് അവരുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൂമിലേക്ക് ഒന്ന് പോകുന്നതാണ് വെറുതെ വീഡിയോ എടുക്കാൻ. ഞാൻ ഇത് കണ്ട ഹിമാലയ ലിച്ചി പ്ലസ് ഷൈൻ ലിപ് കെയർ ലുലു പേപ്പൻസാണ്. ഇത് പ്രൈസ് വന്നതെന്ന് പറയുന്നത് 46 രൂപയാണ്. ഇതിൻ്റെ സ്മെല്ല് ബെസ്റ്റ് ചെറുതായിട്ട് പിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഓരോ പാർട്ട് മാതിരിയാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇൻഷോട്ടിൽ കയറിയിട്ട് ഒത്തിരി എഡിറ്റിംഗ് ആക്കി എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ഗസ്റ്റ് പോയതിന് ശേഷം അങ്ങോട്ട് കൊണ്ടുപോകും ഫോൺ. എന്നിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കാണിച്ചു തന്നില്ല എന്ന് തോന്നുന്നില്ലേ. അയ്യോ ഞാൻ തിങ്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റഡി ടേബിൾ അത് കാണിച്ചു തരും. ആ ഗസ്റ്റ് വന്ന ശേഷം നമുക്ക് പോയി ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കണം. കുറച്ച് പരിപാടികൾ എൻ്റെ ഡീം ലൈഫ് തന്നെ അസൈൻമെൻറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്ത് കാണിച്ചിരുന്നതാണ്. വെരി ബോർഡാക്കി. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു വന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് അസൈൻമെൻറ്റ് ചെയ്യണം സ്കൂളിലത്തെ. അപ്പോൾ അതും എൻ്റെ ഇടയിലുണ്ട് എൻ്റെ ടൈം പാസുകളും ഫുഡിങ് എല്ലാവരും കാണിച്ചിരുന്നതാണ്. എന്തെങ്കിലും അടിച്ചാരെന്തെങ്കിലും പറയണ ചെയ്ത് കൊടുക്കുന്ന കാണിച്ചു തരും. എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് നല്ല കവക്കെട്ടും തൊണ്ട വേദന സൗണ്ട് വ്യത്യാസമുണ്ട്. തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒത്തിരി കയറ്റം കയറി. അപ്പോൾ അതാ റൂമെല്ലാം ഗോലായി കിടക്കുക ഗൈസ്. ഇതൊക്കെ എനിക്കൊന്ന് നേരെയൊക്കെ എടുക്കണം. പിന്നെ എൻ്റെ മദ്രസയിൽ പോയി വന്നു. എനിക്കൊന്ന് വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നു മദ്രസയിൽ നിന്ന്. പിന്നെ വന്ന് ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇന്ന് എടുക്കില്ല, അടുത്ത ദിവസം എടുക്കാനാണ് പ്ലാൻ എൻ്റെ. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ സിസ്റ്റർ ലൈവിൽ കയറിയപ്പോൾ ചോദിക്കുന്നുണ്ടായി. എന്തെന്നാ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ ചോദിക്കുന്നതല്ലേ ചെയ്യാൻ വിചാരിച്ചാണ് ചെയ്തത്. ഇതിലൊക്കെ വ്യൂസ് അറിയാൻ മതി, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഗസ്റ്റ് പോയതിന് ശേഷം വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഞാൻ ഇപ്പോൾ പകുതി നേരം അവിടെ പോയിക്കും, പകുതി നേരം ഇവിടെ വന്നിരിക്കും, പകുതി നേരം അവിടെ പോയിരിക്കും, പകുതി നേരം ഇവിടെ വന്നിരിക്കും. ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കട്ടെ, ബോറടിക്കണം. അടുത്ത പാർട്ടായിട്ട് തന്നെ എടുക്കണം. പിന്നെ ആ വീഡിയോയോട് പറയില്ല കേട്ടോ ഗേസ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോറാവും. ഗസ്റ്റ് പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട് സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് മുകളിലേക്ക് വെക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. വെളിച്ചം കുറവായിരിക്കും. പിന്നെ വെളിച്ചത്തിനായിട്ട് ഇതിങ്ങനെയാണ് കാണിച്ചു കൊടുക്കാറ്. ഞങ്ങളുടെ നല്ലോണം വെളിച്ചമുണ്ടാവും. പിന്നെ എസ്റ്റിക് സാധനം അതിന് ഫോണും കുത്തിയിടും ഗൈസ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന സമയം. അപ്പോൾ ഗൈസ് എനിക്ക് രാവിലെ തിന്നാൻ
പാലടയും തേങ്ങാപ്പാലാണ്. നല്ല ടേസ്റ്റ്, മധുരമാണ് ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ഉമ്മീന് വേണ്ടി കട്ടൻ ചായ ഉണ്ടാക്കിയാണ്. പഞ്ചസാര ഇടണമേ. ഗൈസ് ഇവിടെ പെട്ടെന്ന് ശരിയാവും. അപ്പോൾ നമുക്കിത് പിടിച്ചിടാനായിട്ട് ഒരാളെ നോക്കട്ടെ തന്നെ. ഗൈസ് ഇതാ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചിട്ടെടുത്താൽ മതി. ഗൈസ് നമുക്ക് കുറച്ചുകൂടി കടുപ്പത്തിന് ഇട്ടെടുക്കാം. ഒന്ന് കടുപ്പം കൂടിക്കിട്ടില്ലേ. ഇതെന്ന് പറഞ്ഞാൽ മസാല ചായപ്പൊടിയാണ്. നല്ല ടേസ്റ്റാണ് ചായപ്പൊടിക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഗൈസ്. നമുക്കിത് കുറച്ചുകൂടി ഇട്ടെടുക്കാം. മതി. ഇനിയിപ്പോൾ കടുപ്പം ഹൈയാവും. ആയി ഗൈസ്. ഇതാ ഇത്രയും കടുപ്പത്തിൽ കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പോൾ ചായ ഉണ്ടാക്കലിൽ ചായപ്പൊടി കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഇത് വിളമ്പി കൊടുത്തിട്ട് തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അത് അസൈൻമെൻറ്റ് ചെയ്യാൻ പോയിന്. നമുക്ക് എനിക്കിത് ലാപ്പിൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ലാപ്പിലാണ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കാം. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ പേപ്പർ തരും, അസൈൻമെൻറ്റ് ഷീറ്റ് എന്നും പറഞ്ഞ്. ഇതിലാണ് അസൈൻമെൻറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ. ഇത് എൻ്റെ ഇക്കാക്കയുടെ കഴിഞ്ഞ കൊല്ലത്തെയും എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയൊന്നും എല്ലാവരോട് കൂട്ടി ഇത്രയ്ക്ക് പേപ്പർ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പേപ്പർ ഒരെണ്ണെടുക്കട്ടെ കേട്ടോ. ഗൈസ് ഞാൻ എന്താ ഈ പെണ്ണം കൊണ്ടാണ് എഴുതാൻ പോണ. പിന്നെ ലാപ്പ് നമ്മളിവിടെ ഓണാക്കിയിട്ടുണ്ട്. ലോഡാണല്ലോ. ഓക്കെ, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അത് ഞാൻ ചെയ്ത ഇല്യൂഷനാണ്. ഗൈസ് ഞങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനെ ഒരു നോട്ട് പാഡ് കൊണ്ടുപോകണം നിർബന്ധമാണ്. അപ്പോൾ ഞാൻ എന്തെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ടേം 2 ആണ് ഞങ്ങൾക്കിപ്പോൾ. അസൈൻമെൻറ്റ് എസ് മൺഡേ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സീസൺ എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്ക് എനിക്ക് മൺസൂണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ. അപ്പോൾ നമുക്ക് മൺസൂണിന് ഹെഡിങ് കൊടുക്കണം. ഒരു ഹെഡിങ് കൊടുക്കണം മൺസൂണിന്. എന്നിട്ട് ഇതിൽ ടൈപ്പ് ചെയ്ത് എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വേർഡ്സിൽ എഴുതാൻ വേണമെങ്കിൽ ഇതിൽ നമുക്ക് എഴുതാം. ഞാൻ രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടാണ് എഴുതാൻ പോണത്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് നെയിം, ക്ലാസ്, റോൾ നമ്പർ, ഡേറ്റ്, സബ്ജക്റ്റൊക്കെ എഴുതി കൊടുക്കണം. ഞാൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ എന്താ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് ഫ്രണ്ട് പേജ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഫ്രണ്ട് പേജ് ഉണ്ടാക്കാം. ആൻഡ് ഗൈസ് ഇതാ നമുക്ക് A4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഉണ്ടല്ലോ ഈ 2 മാർക്കേഴ്സും വേണമെങ്കിൽ നമുക്ക് ഈ മാർക്കറും ഈ ഒരു ഹൈലൈറ്ററും പിന്നെ ഈ ഒരു പെർമനൻറ്റ് മാർക്കറും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പേജ് ഒന്ന് നല്ല ഭംഗിയാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വരച്ച് വെക്കുന്നത് കേട്ടോ. ബോർഡർ നമുക്ക് എപ്പോഴും നിർബന്ധമാണ് അസൈൻമെൻറ്റ് ചെയ്യുന്നത്. മിക്കത് ബോർഡർ വരയ്ക്കാതെ ചെയ്യാറുണ്ട്. ബട്ട് ഈ പ്രാവശ്യം ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ലൈറ്റ് ഡിസൈൻ ചെറുതായിട്ട് ഇതാക്കുന്നത് നേരത്തെ
അതുപോലെ ഭംഗിയായിട്ടുള്ള ബോർഡൊക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് അസൈൻമെൻറ്റ് എഴുതി കൊടുക്കാം കേട്ടോ. ആൻഡ് ഗൈസ് കംപ്ലീറ്റഡ് മൈ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാപ്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ അസൈൻമെൻറ്റ് കൂടി എടുക്കാം. ഇനി ഞാൻ പോയി സ്റ്റാപ്ലെയർ അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട്ഷീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാപ്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാപ്ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റാപ്ലെയറൊക്കെ ചെയ്തതിൻ്റെ അസൈൻമെൻറ്റ് റെഡിയായി. ഇനിയിപ്പോൾ എനിക്ക് ടാലൻറ്റ് ടെസ്റ്റിന് പഠിക്കാനും അതുപോലെ തന്നെ എനിക്ക് SS കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ടും അത് ഞാൻ ഇപ്പോൾ ചെയ്യണം. ഞാൻ വൈകുന്നേരം ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ഇതൊക്കെ നിർത്തുന്നുണ്ട്. ഇനി എൻ്റെ പ്ലാൻ നമുക്ക് കുറച്ച് ലാബ് കാണാൻ വിചാരിച്ചു. പക്ഷേ വേണ്ട, ലാബ് ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് തൽക്കാലം പോയി വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കിയിട്ട് ചെയ്യാം. ഒരു ഡെയിമയിലേക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊരു കാണിക്കണം. അതാണ് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കണം. ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ടിരിക്കുകയാണ്. സോഷ്യൽ പഠിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സോഷ്യൽ പഠിക്കാനിരിക്കുകയാണ്. ഇനി ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ ഉമ്മ ഫുഡ് ശരിയാക്കും. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫുഡിന് ഷവായി മന്തിയാണ്. ഇന്നലെ വാങ്ങിച്ചിട്ട് ബാക്കി വന്നിട്ടുണ്ടായി. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ. ഗൈസ് അപ്പോൾ എൻ്റെ ബ്രദറും ഞാനും കൂടിയും ലേസർ അടിക്കുന്നത് കളിക്കേണ്ട ഗൈസ്. ദേ അപ്പോൾ ഞാൻ അങ്ങാട് പിടിക്കണം. ഗൈസ് എൻ്റെ ബ്രദറും ഞാനും വേണ്ടി ലേസറും കൊണ്ട് കളിക്കുകയാണ്. ഞങ്ങളെ പൂച്ചയുടെ മേത്തൊക്കെ കടിച്ചാൽ കളിക്കണം. അപ്പോൾ പഠിച്ചിട്ട് ഒരു മൂഡിട്ടുള്ള പഠിക്കാൻ. അപ്പോൾ ഞാൻ ബുക്ക് നല്ലോണം കീറിയിരിക്കുകയായിരുന്നു. കണ്ടോ, നല്ലോണം കീറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ പഠിക്കാനൊന്നും മൂഡ് വന്നില്ല. അപ്പോൾ ഞാൻ വിശക്കണമെന്ന് പറഞ്ഞു. ഉമ്മയുടെ അടുത്ത് ഞാൻ മന്തി ചൂടാക്കി തരാൻ പറഞ്ഞു. കേസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കേസ് തരാട്ടെ. കേസ് ഇന്നത്തെ മന്തി പാക്ക് ബാക്കി എന്നതാണ്. വേറെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജ് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടൂല. ഡ്രീം കേക്ക് അല്ലാത്ത കേസ് വല്ല മല്ലിയല്ലേ ഇല്ലൊന്നുമില്ല വേറെ തിന്നാൻ പറ്റുന്നത്. എന്തായാലും ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കും. പിന്നെ മയോണി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഗ്രാൻഡ് മോഡൽ ഇതൊക്കെ ചെയ്യണം. നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇവിടെ. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എൻ്റെ ബ്രദറിന് നാളെ എക്സാം. അപ്പോൾ കാക്കവിടെ പഠിക്കുന്നത്. എൻ്റെ ഉമ്മി അവിടെ നെയ്ബറായിട്ട് സംസാരിച്ചിരിക്കുക. അപ്പോൾ ഇതാ ഈ ടൈപ്പ് വീഡിയോസൊക്കെ എടുക്കണം ഭയങ്കര ഇഷ്ടം. ഞാൻ നടന്ന ടൈപ്പ് ഗൈസ്. ഇതിൽ കൂടെ സ്റ്റെപ്പ് കയറിപ്പോണെങ്കിൽ ഹയർ റൈഡ് വീടെത്തും. പിന്നെ ഇതൊക്കെ എൻ്റെ പൊട്ടത്തരങ്ങളാണ്. ഈ കാണുന്നതൊക്കെ എൻ്റെ വീടൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ. എന്നാൽ പിന്നെ ഒരു ഹോം ടൂർ ഇപ്പം തന്നെ നടക്കുക. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ആ സീമെൻ്റാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടേക്കണത്. അപ്പോൾ ഗൈസ് നമുക്ക്
വെറുതെ ഒന്ന് റൂമിൽ ഇരിക്കാം. ഗ്യാസ് നോക്കി കിടക്കുന്ന അത് ഞാൻ അവിടെ കിടക്കുക. ഫാനിൻ്റെ ലൈറ്റ് നോക്കി കിടക്കും. ഫാനിൻ്റെ ലൈറ്റിൽ ഒരെണ്ണം കത്തൂല ഇടയിൽ. അപ്പം ഞാൻ അതൊക്കെ കത്താത്തെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കും. എന്നിട്ട് കണ്ണ് അടിച്ച് വീണ്ടും തുറക്കുമ്പോഴേക്ക് കത്തിയുണ്ടാവും. ലൈറ്റ് ഓഫാക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടേ ഫോൺ കൊണ്ടാണ് ഞാൻ ഓഫാക്കണം. കണ്ടോ ഇങ്ങനെ. ഞാൻ നിങ്ങൾക്ക് നെയ്ബേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. കറക്റ്റുമ്പോൾ പിന്നെ കാണിച്ചു തരാം. അല്ല ഞങ്ങളുടെ പൂച്ചേനെ നിങ്ങൾ കണ്ടുള്ളല്ലോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ പൂച്ചേനെ അവിടെ ഇരുന്നിരിക്കണുണ്ട്. ഒരു സാധനം അവിടെ ഇരിക്കണുണ്ടോ? ഇത് മതിയില്ലേ? ഇത് മതിയില്ലേ നിങ്ങൾക്ക് കാണാൻ? ഇതന്നെ ഗൈസ് ആയിരിക്കുന്ന പൂച്ച. എന്താ ഇപ്പം എൻ്റെ പൂച്ചയാണത് ഞങ്ങൾ വളർത്തുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് പോരാം. പിന്നെ അലമാരിലൊന്നും പ്രത്യേകിച്ച് കാണാനായിട്ടില്ല. ഇപ്പം തന്നെ നമുക്കൊരു ഹോം ടൂർ നടത്താൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ലഞ്ച് കഴിക്കാൻ പോയിട്ട് ഞാൻ എൻ്റെ ഇടയിൽ ഹോം ടൂറിൻ്റെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തു. ഞാൻ എഡിറ്റ് ചെയ്തിട്ടു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ചാറ്റ് ചെയ്തു. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഗൈസ് ലഞ്ച്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. ഡേ ഇൻ മൈ ലൈഫായി. ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. 5 മണിയല്ല 4 മണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. ഇനി അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. So bye everyone, please subscribe, like, share, comment, support me. Bye.